ശരിക്കും ഞങ്ങൾക്ക് നിങ്ങളോട് വല്ലാത്ത ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. ആ ബോണ്ടിങ് എത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. നമുക്കൊരു സ്ഥാപനം നടത്തുന്ന പോലെയല്ല ഈ അക്കാഡമി ഞങ്ങൾ നടത്തുന്നത്, നമ്മളൊരു വീട് നടത്തുന്ന പോലെയാണ്. പിന്നെ ടുഡേസ് ഇവന്റ് നമ്മുടെ ഇവന്റ് അല്ല, അത് നിങ്ങളുടെ ഇവന്റ് ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് യു. നിങ്ങൾ ഇവിടുത്തെ ഒരു വർഷം നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു, ഔട്ട് മെമ്മറി, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇനീഷ്യലി ഇവിടെ അഡ്മിഷന് കോൾ വന്നപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, വരണോ വേണ്ടയോ എന്നുള്ളത് ആദ്യം. ബട്ട് ഇപ്പോൾ തോന്നുന്നു വന്നില്ല, നിങ്ങൾ റിഗ്രറ്റ് ചെയ്യായിരുന്നു എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം MBBS കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എയിംസിലായിരുന്നു, എയിംസ് റായ്പൂരിലായിരുന്നു. ഇവിടെ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ അത് നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ഉള്ളവരും നമ്മളെപ്പോലെ തന്നെ വളരണം എന്ന് ആഗ്രഹിച്ചിറങ്ങുന്ന ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എൻ്റെ വീട് വയനാടാണ്, മേപ്പാടി. അപ്പോൾ അവിടെ ഉരുൾപൊട്ടലുണ്ടായ സമയത്താണ് ഇവിടുത്തെ ഒരു അഡ്മിഷൻ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പറഞ്ഞ സമയത്ത് വരാൻ പറ്റിയില്ല, ഞാനൊരു 1 വീക്ക് ലേറ്റായിട്ടാണ് വന്നത്. ഈ പ്ലേസ് എനിക്ക് എപ്പോഴും എന്നെ എംപവേർഡ് ആക്കിയ പ്ലേസാണ്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു വർഷം ഇവിടെ പഠിക്കാൻ പറ്റിയതിൽ, ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ, ഒരു ബഞ്ച് ഓഫ് പീപ്പിളിനെ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റിയതിൽ. നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് വേണ്ടി ഗൂഢാലോചന ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു വർഷം തന്നെ ഈ ഒരു അക്കാദമി വന്നത് അതൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ ആയിട്ട് എനിക്ക് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്നതൊരു പുഴുവായിട്ടാണ്, പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ അക്കാദമി എനിക്ക് ഒരുപാട് ചിറകുകൾ തന്നിട്ടുണ്ട്. താങ്ക് യു ഓൾ. ഇവിടെ വരാൻ പറ്റിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. ഇവൻ ഡൽഹി പോവാതിരുന്നതിൽ അതിലുപരി ഞാൻ സന്തോഷിക്കുന്നു. നമ്മുടെ ഫണ്ടേഴ്സായിട്ട് ഡൊണേറ്റേഴ്സായിട്ട് ഒരുപാട് പേരുണ്ട്, ഇവിടെ ഇല്ല. പക്ഷെ പലരും ഇതിന് നല്ലപോലെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്. അവരെ ഈ ഒരു സമയത്ത് എനിക്ക് സ്മരിക്കണം എന്ന് തോന്നി. ഞാൻ CUT വട്ടത് PG ഓൾ ഇന്ത്യ റാങ്ക് 1 ആണ്. ഒട്ടും നെഗറ്റീവായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അല്ല, കോപ്പറേഷൻ ആണ് ഇവിടെ കൂടുതൽ എന്നാണ് പലപ്പോഴും നമ്മൾ എല്ലാവരും പറയാറ്. എല്ലാവരും പല രീതിയിൽ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. ലൈക്ക് CUT റാങ്ക് 1 ഉണ്ട്, പിന്നെ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാംസിൽ റാങ്ക് കിട്ടിയവർ, അങ്ങനെ പലരും IITians ഉണ്ട്. എല്ലാവരും വളരെ ഇന്റലക്ച്വലി ഓൾറെഡി അച്ചീവ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. The powerful people like Najib Ka made this place a powerful, and the powerful people will arise from this powerful place next day or after the next day, inshallah, definitely. എനിക്ക് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് നജീബ് കയോടാണ്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരുപാട് നല്ല വ്യക്തികൾ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ഇവിടുന്ന് കിട്ടി. എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. ആദ്യത്തെ പ്രിലിംസ് ജയിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മൾ സർവീസിൽ എത്താനും പോകുന്നില്ല. ആദ്യത്തെ പ്രിലിംസ് തോറ്റു എന്നതുകൊണ്ട് നമ്മൾ പുറത്തായും പോകുന്നില്ല. അത് നിങ്ങൾ ഓർക്കുക. ഇതിൻ്റെ തുടർച്ച ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. ഇത് നിങ്ങളുടെ സ്ഥാപനമാണ്, ഇത് സമൂഹത്തിൻ്റെ സ്ഥാപനമാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ഓണർഷിപ്പുള്ള ഒരു പ്രസ്ഥാനമാണ്. ഏതായാലും ഓൾ ദ വെരി ബെസ്റ്റ്. തീർച്ചയായും നിങ്ങളൊക്കെ പഠിച്ച് മിടുക്കരായി ഈ രാജ്യത്തിൻ്റെ വിശ്വപൗരന്മാരായി രാജ്യത്തെ സ്നേഹിക്കുന്നവരാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്